ായിട്ട് ബന്ധം നമുക്കില്ലെന്നിരിക്കട്ടെ. എല്ലാം ശൂന്യം 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 മാത്രം. ആമേ. ഞാൻ ചിലപ്പോൾ കൃപയിൽ ആശ്രയിച്ച് പറയാറുണ്ട്, ചില സഭകളിൽ പറയാറുണ്ട്, യേശുവിനെ കൂടാത്ത എല്ലാം ഒന്നും തന്നെ ദൈവം അംഗീകരിക്കുന്നില്ല. യേശുവിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാം തന്നെ. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചതും നമ്മൾ കൂട്ടായ്മയിൽ നിൽക്കുന്നതും പിന്നെ അതിനുശേഷമായി ദൈവവേലയ്ക്ക് വിളിയുണ്ടായതും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. അതെല്ലാം യേശുവിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് അതെല്ലാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കൊല്ലം ജില്ലയിലെ ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തെ കാസർഗോഡ് വേല ചെയ്യുന്ന സെബാസ്റ്റ്യൻ പാസ്റ്റർ എന്ന എനിക്ക് ഇവിടെ കടന്നു വരണമെങ്കിലും ആരിലൂടെയാണ് നിങ്ങൾ പറഞ്ഞാട്ടെ? കർത്താവ് യേശുവിനോടുള്ളായിരിക്കുന്ന ആ ബന്ധം കൊണ്ട്, ആ സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ ദൈവവേലയെ എനിക്കായിരിക്കും ഇടവരുന്നത്. ഹല്ലേലൂയ. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഉള്ളവര് കടന്നു വരത്തക്ക രീതിയിൽ ഉച്ചകഴിഞ്ഞ് 5 തൊട്ട് 6 വരെയും 8 തൊട്ട് 9 വരെയും ഓൺലൈനിൽ കൂടെ ഇന്ത്യക്ക് വേണ്ടിയും ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ജനത്തെ പ്രോത്സാഹിപ്പിച്ച് പ്രയർ നടത്തുവാൻ കാരണം എന്താണ്? യേശുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയണ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സ്വർഗീയ പിതാവ് എത്ര വലിയൊരു സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ഹല്ലേലൂയ ഈ രംഗത്തേക്ക് കടന്നു വരുവാനായിട്ട് കഴിയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുവിനെ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കൂടാത്ത ഒന്നും. അതുകൊണ്ടാണ് നമ്മളെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം, സമയം കുറവായതുകൊണ്ട്. ഫിലിപ്പിയൻ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സറിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക പാപമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കും. ആമേൻ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്തുവിലുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ പൗലോസ് ആവശ്യപ്പെടുന്നത്. റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഫിലിപ്പിലുള്ളതായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി താൻ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന ക്രിസ്തുവിനെ കൂടാത്ത ഒന്നും എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയണ്ട. ആമേൻ. ക്രിസ്തുവിൽ ചിലത് ഉണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് വേണം. ഇന്നത്തെ ദൈവമക്കളായിരിക്കും നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിൽ കൂടെ ഉള്ളത് മാത്രം മതി, ലോകത്തിന്റെ ഒന്നും എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ ഭക്തവീരന്മാർ പണ്ട് പാട്ട് പാടിയത്. ഈ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ല, എനിക്ക് പാടാനുള്ള കഴിവില്ല ദൈവമക്കളെ. ദൈവവചനം പലപ്പോഴും ശുശ്രൂഷിക്കാറുണ്ടെങ്കിലും ആമേൻ. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, പോകണം എന്റെ യേശുവിന്റെ പാതയെ നോക്കി. പാട്ടുകാരന്മാർ എഴുതി വെച്ചു, ലോകം വേണ്ട. പാടിക്കോ വേണമെങ്കിൽ. ലോകത്തിരിമ്പം വേണ്ട, പോകണം യേശുവിൻ പാതയെ നോക്കി. സമസ്തവും ഞാൻ എൻ്റെ സമസ്തവും ഞാൻ എൻ്റെ നിനക്കായി. ആമേൻ, ആമേൻ. ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, എനിക്കെന്റെ യേശുവിനെ പിൻപറ്റണം. പണ്ടുള്ള ഭക്തവീരന്മാർ ഇത് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരെ മാനിച്ചു, അനുഗ്രഹിച്ചു. ഇന്ന് നമുക്ക് വരുന്ന പ്രശ്നം എന്താണ് ദൈവത്തിനെ? ഇന്ന് നമുക്ക് ഈ കാണുന്ന ഭക്തൻ പറഞ്ഞ ലോകവും വേണം, ലോകത്തിന്റെ ഇമ്പവും വേണം, എല്ലാം വേണം, അതിനോടൊപ്പം തന്നെ യേശുവിനെയും വേണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന് വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഈ മലയാളത്തിലേക്ക് നമുക്കറിയാമല്ലോ, ദൈവവചനം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമം ഗ്രീക്കിലും പഴയ നിയമം എബ്രായ ഭാഷയിലും അരാമയ ഭാഷയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് എല്ലാം ഗ്രീക്കിലേക്ക് യഹൂദ പണ്ഡിതന്മാർ കൂടിയിരുന്ന്
അത് ഗ്രീക്കിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും വന്നിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടെങ്കിൽ എന്നിവിടെ രേഖപ്പെടുത്തുമ്പോൾ അത് ട്രാൻസ്ലേഷനിൽ വന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ ഉള്ളതിനാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ട്. ആമേ, ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല വരുന്നത്, ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉള്ളതിനാൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉള്ളതിനാൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉള്ളതിനാൽ, ആമേ, യേശുവിലുള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദൈവമക്കളെ, സ്തോത്രം. യേശുവിനെ കൂടാതെയുള്ളതെല്ലാം വ്യർത്ഥമാണ്. അവല ആദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, അടുത്ത രണ്ടാം കാര്യമാണ് വളരെ പ്രയാസമായിട്ട് വായിച്ചു പോകാൻ എളുപ്പമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിഷയം ദൈവവുമായിട്ടുള്ള ബന്ധമാണല്ലോ. ദൈവമായിട്ടുള്ള ബന്ധം വരണമെങ്കിൽ ഉള്ള കാര്യമാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏകത്വം, ഒരു യൂണിറ്റി ജീവിതത്തിൽ ആവശ്യമാണ്. ഐക്യത ആവശ്യമാണ്. അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ ഒരു ശരീരവും പല അവയവങ്ങളൊന്ന് വളരെ വ്യക്തമാക്കിയാണ്. എന്നിട്ട് പറയാണ്, ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളെല്ലാം കഷ്ടം അനുഭവിക്കണം, ഒരവയവം സന്തോഷം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളെല്ലാം സന്തോഷിക്കേണ്ടതാകുന്നു. ഈ ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും വായിച്ചു വിടുവാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ശരീരത്തിലെ പല അവയവങ്ങളെ പോലെയാണ് ഒരു സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഒരവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ അവയവങ്ങളെല്ലാം കഷ്ടം അനുഭവിക്കുമ്പോൾ പറയുമ്പോൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ആമേൻ. ഭാരങ്ങളെ ഏറ്റുവാങ്ങി ചുമക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഗലാത്യ സഭകളോട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. ഭാരങ്ങളെ ഇറക്കി വെക്കുന്ന, ഭാരങ്ങളെ വഹിക്കുന്ന ഒരനുഭവമായിരിക്കണം ദൈവസഭകൾ. ദൈവസഭകൾ സ്വാർത്ഥമതികളായി പോകുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയൊരു ദുഷ്കരമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നുവിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കാണെന്നുള്ള ഒരു വലിയ ബോധ്യം ഒന്നാമതായി നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. അത് നമ്മൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് നമ്മളിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്പത്തിലും വിശ്വസ്തരെയാണ് അധികത്തിലും വിചാരരാക്കി ദൈവം തീർക്കുന്നത്. സ്തോത്രം. ഇത് വിശ്വസ്തയില്ല സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അകന്നു പോകുക മാത്രമല്ല, സഭകൾക്കും ദൈവമക്കൾക്കും അകൽച്ചയും പ്രശ്നങ്ങളിലേക്കും അവർ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവിക ബന്ധത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ നിൽക്കുന്ന ബോധ്യം ഒന്നാമതായിട്ടുണ്ടാകണം. ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നിന്ന് ചിലർ നമുക്കുണ്ടായിരിക്കുകയുള്ളൂ. പൗലോസ് അവിടെ പറയുന്ന അനുഭവം, പ്രബോധനങ്ങളും സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും, ആത്മാവിന്റെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിലുള്ളതായിരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. വല്ല ആദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, ഈ മറ്റുള്ളവരെ കാണുമ്പോൾ എളിയവരെ കാണുമ്പോഴൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന കാരണം എന്താ? പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. പക്ഷേ ആ ഒരു അവസ്ഥയിൽ അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ ഭൗമമാരിക്ക് സഹായിക്കുവാൻ കഴിവില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഭാരത്തോടും വസനത്തോടും ഒരു തുള്ളി കണ്ണീരൊഴിക്കുന്ന കരയുവാൻ ഇടവരുന്നെങ്കിൽ ദൈവത്തിലെ അവിടെയാണ് ഒരു മാറ്റം വരുവാനായിട്ട് ഇടവരുന്നത്. സ്തോത്രം. അങ്ങനെ നമുക്ക് ഒരു ഹൃദയ തകർച്ച ഉണ്ടാകണം, ഒരു ഹൃദയത്തിന്റെ ഭാരം ഉണ്ടാകണം, ഒരു വേദന നമ്മൾ ഇന്നുണ്ടാകണം. ആമേൻ, ആമേൻ. അങ്ങനെയായിരുന്നു ഭക്തവീരന്മാരൊക്കെ. പൗലോസ്ലീഹയ്ക്ക് അങ്ങനെയായിരുന്നു. കാരണം ദിനം പ്രതി ഒരുപാട് ലിസ്റ്റുകൾ പറഞ്ഞിട്ട് ചിന്താഭാരങ്ങളും പ്രശ്നങ്ങളും കളസ്വരങ്ങളും ആപത്തും ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, സർവ്വസഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ വളരെ വ്യക്തമാക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിലും സഭകളെ കുറിച്ചുള്ള ഒരു വലിയ ഭാരവും വേദനയും എൻ്റെ ജീവിതത്തിലുണ്ട്. അതുണ്ടാകാൻ കാരണം എന്താണ്? അത് ക്രിസ്തുവിലാണ് തനിക്ക് അത് ലഭ്യമായത്. ഇന്ന് പൽക്കാലം
എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവചനയെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ദൈവവചനം എടുക്കുന്നതും അല്ലെങ്കിൽ ഈ ദൈവവചനം എടുത്ത് പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും നമ്മൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവായിട്ട് ബന്ധമില്ലെങ്കിൽ എല്ലാം വെറും ശൂന്യം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ കുറിവാക്യത്തിൽ 1 യോഹന്നാൻ 3:1 വായിച്ച പോലെ, ആകയാൽ ഹല്ലേലൂയ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയൊരു ഭാഗ്യം തന്നിരിക്കുകയാണ്. അത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ലോകം യേശുവിനെ അറിയായിക്കൊണ്ട് നിങ്ങളെയും അറിയുന്നില്ല. ലോകം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെയും അറിയുന്നില്ല. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, നമ്മളൊരു കൂട്ടായ്മയിലേക്ക് സ്വർഗം നമ്മളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ക്രിസ്തുവിൽ നമുക്കിതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ഈ ഫിലിപ്പി ലേഖനത്തിൽ കൂടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏക മനസ്സുള്ളവരായിരിക്കണം. 2-ാം വാക്യം ഫിലിപ്പി ലേഖനം 2:2 ഇങ്ങനെയാണ് പറയുന്നത്. ഏക മനസ്സുള്ളവരായിരിക്കണം. 2 ഏക സ്നേഹം ഉണ്ടായിരിക്കണം. 3 ഐക്യമത്യം ഉണ്ടായിരിക്കണം. 4 ഏക ഭാവമുള്ളവരായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അപ്പോസ്തലൻ പൗലോസ് പറയാണ്, എൻ്റെ സന്തോഷം പൂർണ്ണമാകുവാനായിട്ട് കഴിയുന്നത്. തനിക്കൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈ അനുഭവങ്ങളിലൂടെ ദൈവമക്കൾ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ദൈവമക്കൾക്ക് ഈ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പൗലോസിന് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനോ പിതാവായ ദൈവത്തിനോ പുത്രനായ യേശുവിനോ സന്തോഷിക്കാനൊരു വകയുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നിമിത്തം, നമ്മുടെ ക്രിസ്തീയ സേവ നിമിത്തം, ക്രിസ്തീയ ശുശ്രൂഷ നിമിത്തം ഹല്ലേലൂയ, ദൈവത്തിന് സന്തോഷിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സന്തോഷിക്കുവാൻ, ആമേൻ, സ്വർഗം സന്തോഷിക്കുന്ന പകൽക്കാലമായി തീരുവാൻ ഇടവരണമെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് ചിലത് വേണം. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ക്രിസ്തുവിൽ എനിക്ക് ചിലത് വേണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചിലർക്ക് ഈ തൊടുന്ന മുഴുവൻ വേവലാതിയും ആവലാതിയുമാണ്. എൻ്റെ മലബാർ ഭാഷ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഭാഷയൊന്നും എനിക്ക് അറിയത്തില്ല. ഓരോ ജില്ലകളിലും കടന്നു പോകേണ്ടതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തൊടുന്നതിലെല്ലാം അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനല്ല, യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ പോക ഇച്ഛകളിൽ ചിലവിടേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കൊണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാം നിങ്ങൾക്ക് ഭൗതിക ഭീഷണം മാത്രമാണ്. ആത്മീയമായിട്ട് ഒരു കാര്യത്തിനും വേണ്ടി നിങ്ങൾക്ക് കരയുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ ഈ കാലങ്ങളിലും അനേകരുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് വലിയൊരു ഭാര ചുമടുകൾ കൊണ്ടുവന്നിട്ട് ദൈവസഭകളിലും ദൈവദാസന്മാരിലും ഒക്കെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിലെ ആ ഭാര ചുമടുകളെല്ലാം ഏൽപ്പിക്കേണ്ട ഒരിടമുണ്ട്. നമ്മളെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. കർത്താവില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് ഈ ഭാരങ്ങളെല്ലാം ചുമക്കുന്നതുകൊണ്ടാണ് ഈ വേവലാതിയും ആവലാതിയും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ കർത്താവിനോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുക. എൻ്റെ കർത്താവിൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ എല്ലാറ്റിലും എനിക്ക് മതിയായവനാണ് എന്നുള്ള ഒരു ബോധ്യം ഇന്ന് പൽക്കാലം ദൈവബലിലുണ്ടാകട്ടെ. അങ്ങനെ ഇല്ലാണ്ട് നമ്മൾ കടന്നുപോയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗമനവും വരികയില്ല. സ്തോത്രം. മറ്റൊന്ന്, നമ്മൾ എന്തിനാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നത്? ദൈവവചനത്തിന്റെ ഏറ്റവും നായകത്തെ അധ്യായം എന്ന് പറയുന്നത് 118-ാം സങ്കീർത്തനമാണ്. ആ 118-ന്റെ 8 പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നൊരനുഭവം ഉണ്ടാകണം. അപ്പം നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും നമുക്ക് ആയിത്തീരാം. യേശുവിലും ദൈവത്തിലും നമ്മൾ ആയിത്തീരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായി തീരുമ്പോൾ, നമ്മുടെ എല്ലാ വിഷയങ്ങളുമേലും ഒരു നീക്കുപോക്കിന്റെ കരം സ്വർഗം വരും. സ്തോത്രം. നമ്മളാകേണ്ട പോലെ ആകാണ്ടിരുന്നാൽ, നമുക്ക് വേണ്ടി എത്ര വലുതായിരിക്കുന്ന ശുശ്രൂഷയുള്ളവരൊന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് വിടുതൽ ലഭ്യമാകാൻ സാധ്യമല്ല. കാരണം നമ്മളാകേണ്ട പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവം എനിക്ക് അവസരം തന്ന കർത്താൽ വിലപ്പെട്ട ദൈവദാസനോടും ദൈവദാസിയോടും ഈ സഭയോടെല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധുവെന്നെ കൈവിടന്ന് നടത്തിയിടുന്നു,
സാധുവെന്നെ കൈവിടാതെ നാഥനും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധുവെന്നെ കൈവിടാതെ നടത്തിയിടുന്നു. സാധുവായിരിക്കുന്ന നമ്മെ കൈവിടാതെ അവൻ നമ്മെ അന്ത്യത്തോളം നടത്തും. ഹല്ലേലൂയ. കർത്താവിന്റെ ബഹുമാന്യ ദൈവദാസൻ വളരെ അനുഗ്രഹീതമായ തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആര് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. ഹല്ലേലൂയ. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എത്തിച്ചേർന്ന ഒരു ദൈവ പൈതൽ, ഒരു ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. വചനം പറയുന്നു, നീതിമാന്മാരുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. എങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു? എത്ര പേര് പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ഉപവാസത്തിലാണോ പ്രാർത്ഥിച്ച്? ഇനി ഉപവാസം 40 ദിവസം ഉപവാസം കഴിഞ്ഞാണോ പ്രാർത്ഥിച്ചത്? അതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. താൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ വചനം പാലിച്ച് താൻ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ നിയമം അനുസരിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ നീതിമാനായി ദൈവത്തോട് നീതി പുലർത്തുന്നവനായി പ്രാർത്ഥിക്കുന്ന ഒരു ഹല്ലേലൂയ ഒരുവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് വ്യക്തമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, അതായത് വലിയ വീടുണ്ടോ, അല്ലെങ്കിൽ വലിയ വിലയേറിയ ആഡംബര വാഹനമുണ്ടോ, അല്ലെങ്കിൽ വലിയ ബന്ധങ്ങളുണ്ടോ, അതൊന്നുമല്ല ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഹല്ലേലൂയ, ദൈവത്തിൽ നാം ആയിത്തീർന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നാം ദൈവ പൈതലായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ കള്ളറും ഹല്ലേലൂയ കുലമഹിമയും വലിയ വാഹനമുണ്ടോ എന്നും ഹല്ലേലൂയ എന്നൊക്കെ നോക്കി ഹല്ലേലൂയ വലിയ ചർച്ചാണോ, അങ്ങനെയാണെങ്കിൽ അവിടെ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ വലിയ അവിടെ വരുന്നവരെങ്ങനെയാണ്, എങ്ങനെയുള്ളവരാണ്, അതൊക്കെ നോക്കിയാണ് ഹല്ലേലൂയ AC ആണോ ചർച്ച്, അതൊക്കെ നോക്കിയാണ് ഇന്നത്തെ കാലത്ത് പലരും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് പരാജയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ അവിടെ ക്രിസ്തുവിലായവർ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാനിക്കുന്നവർ എത്ര പേരുണ്ട്, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എത്ര പേരുണ്ട്, സാക്ഷ്യമുള്ളവരാണോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മുടെ ഭാഗ്യം നാം ക്രിസ്തുവിൽ ആയതാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് ഭക്തനായി മരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കുന്നവരെ ആണ് ദൈവം, ഹല്ലേലൂയ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ, ക്രിസ്തുവിലായവരെ ആണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആയി ദൈവം ഹല്ലേലൂയ ആ ദൈവത്തെ പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ വളരെ അനുഗ്രഹീതമായ വചനത്തിൻ്റെ മർമ്മങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായല്ലോ. ഹല്ലേലൂയ. നമുക്കും ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഹല്ലേലൂയ അന്ത്യത്തോളം നിന്നിൽ ജീവിക്കുവാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ, നിന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ, നിന്റെ നന്മകൾ പ്രാപിച്ച് ജീവിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ നിത്യതയിൽ ഞങ്ങൾ എത്തുവോളം നിന്റെ ആത്മാവ് ഞങ്ങളെ ഹല്ലേലൂയ ശിക്ഷിച്ച് വളർത്തണമേ, വചനം തന്ന് വളർത്തണമേ. ആ പത്യോപദേശത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന അങ്ങനെയായി തീരട്ടെ.
അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും